നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനിസത്തെ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ചെക്കന്മാരെ വെറുതെ പിരികേറ്റിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാണ് ആരെങ്കിലൊക്കെ ചേർന്നിട്ട് അത് പൂട്ടിക്കും എന്നുള്ളത്. എന്താ അവസ്ഥ? രണസുനയുടെ FB അക്കൗണ്ട് അങ്ങ് പോയി, പൂട്ടിപ്പോവല്ലേ ചെയ്തിട്ടുള്ളത്. ആരോ ഹാക്ക് ചെയ്തതിൽ 8ന്റെ പണിയാണ് കെട്ടിട്ടുള്ളത്. ഇങ്ങനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ചെലവാക്കേണ്ടിയിരുന്ന തോന്നുന്നത്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല, അത് വലിയ പണിയാന്നുള്ളതാണ്. അതായത് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് പേരിപ്പോ കിടക്കണം എന്താണ്, ഏതോ ഒരു അനുശ്രീ പിയോ അങ്ങനെ എന്തോ ഒരു പേരാ കിടക്കണത്. AI ക്രിയേറ്റഡ് ഫോട്ടോ ആണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഹാക്കഡ് ആണ്. എനിക്ക് തോന്നുന്നത് പിള്ളേര് പണി കൊടുത്തോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലസ്തുതി അല്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഒക്കെ കണ്ട് കലങ്ങി തെളിഞ്ഞ് വരുന്നുണ്ടവിടെ. അത് കൂടാതെ തന്നെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല ചേച്ചി. എന്ത് കാര്യം പറയാണെന്നുണ്ടെങ്കിലും സോഫ്റ്റാ. ചേച്ചിയുടെ ശരീരത്തിൽ സ്വർണമൊന്നും ഇല്ലല്ലേ? കയ്യിലൊന്നും ഇല്ലടാ, 5ന്റെ കയ്യില്ലടാ. ആ ചെരുപ്പിന് എന്താ വില? ചെരുപ്പിന് വില ഒന്നും ഇല്ലടാ, വെറുതെ കിട്ടിയതാടാ. ആ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് എന്റെ പൊന്ന് ചാച്ചി. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലേ ഇപ്പൊ ഈ പണി കിട്ടിയിട്ടുള്ളത്. അപരാധം, കാട്ടപരാധം, സബ്സ്ക്രിപ്ഷൻ, തേങ്ങാക്കൊല, നുണക്കൊട്ടാരം, എന്തൊക്കെയായിരുന്നു. മലപ്പുറം കാത്തി, അമ്പും വില്ലും. അവസാനം അതായില്ലേ, അക്കൗണ്ട് അങ്ങ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പൈസ ചെലവാക്കേണ്ടി വരും ഞാൻ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ, തല മറന്ന് എണ്ണ തേക്കരുത്. ഓക്കെ എന്റെ പൊന്ന് രണസുന, പൂട്ടിക്കുന്ന കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കണ്ടത്. നിങ്ങളും കൂടി കാണ്. ലോക്കറടച്ചില്ലേ? വിഷുകണി അവിടെ അക്കൗണ്ട് ആരൊക്കെയോ പൂട്ടിച്ച്, ഇവിടെ വേറെ എന്തോ ആരോ പൂട്ടി. കൊള്ളാം. എന്തായാലും പൂട്ടല് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലേ? കുറെ പിന്നാമ്പുറ കഥകള് കുറെ കേൾക്കും ചെയ്തു ഞങ്ങള്. എന്തൊക്കെയോ കഥകള് പുറത്ത് കിടുന്നില്ല. എന്തായാലും ഷെഫീന ബീവി പുറത്ത് വിടുന്ന ശബ്ദ സന്ദേശങ്ങൾക്കുള്ള മറുപടികളൊന്നും ചാച്ചി തരുന്നില്ല. സാധാരണ നിലക്ക് ഇവർ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് മറുപടി കൊടുക്കാറ്. ഇവിടെ 3-4 ദിവസമോ അല്ല, 3-4 ദിവസം എന്നല്ല, 2 ആഴ്ചയായി ഇതുവരെ മറുപടി ഇല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടീം ഇനി ഉണ്ടെങ്കിൽ, കുറെ കമന്റ് ബോക്സിൽ കിടക്കുന്ന കാര്യമാണ്, അങ്ങനെ വല്ല ഒരു ഉണ്ടെങ്കിൽ അവർ പറയുന്നുണ്ടാവും മൈൻഡ് ചെയ്യണ്ട, അതോടെ കിടക്കട്ടെ എന്നുള്ളത്. മൈൻഡ് ചെയ്താൽ പണി കിട്ടുമോ എന്നുള്ളത് വെറൊരു സംശയം മാത്രമാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിലൊക്കെ ഇനി വെറുതെ ഷെഫീന ബീവിനെ ചൊറിയാൻ നിൽക്കണ്ട. അവർ ഇനിയും പലതും പുറത്ത് കൊണ്ട് ഇടും എന്നുള്ള പേടി കൊണ്ടാവാനും സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. എന്തായാലും രണസുന്നയുടെ ആ മനോഭാവത്തിന് വന്ന മാറ്റങ്ങളൊന്നും കാണണ്ടേ? ആ മാറ്റങ്ങളല്ലട്ടാ, മാറ്റങ്ങൾ. ശരീരത്തിൽ സ്വർണ്ണമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സ്വർണ്ണല്ല. അവിടെ നമ്മുടെ മൂക്കുത്തി രേണു തന്നെ തങ്ക സ്വർണ്ണല്ലേ? രേണു തന്നെ സ്വർണ്ണല്ലേ? എന്റെ പൊന്നെ, എവിടുന്നാടാ ഇങ്ങനെ കുറെ എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നത്? ചില രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു പൊറോട്ട് നാടകമാണിത്. അതായത് കുറെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ കൂടെ കൊണ്ടു നടക്കുക. കുറെ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് കൂടെ നിൽക്കും. പിന്നെ അവർക്ക് പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ കാണിച്ചു കൂട്ടിയാൽ തെറി വിളിക്കാൻ തന്നെ കുറെ ആൾക്കാർ വരുന്നത് കൊണ്ടേ ഇങ്ങനെ കുറെ ആളുകളെ കൊണ്ട് നടക്കുക, സെൽഫ് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അഖിൽ മാരാറിനൊന്നും പിന്നെ സ്വന്തം നാക്കാണ് സ്വന്തം സെൽഫ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ 5-8 എണ്ണത്തിനെ കൊണ്ടടക്കുന്നുണ്ട്. ഈ 5-8 എണ്ണം ചോദിക്കുന്ന ചോദ്യങ്ങളാ. അല്ലെങ്കിൽ രണസുനക്ക് എന്തിനാ സ്വർണം? രണസുന തന്നെ ഒരു സ്വർണ്ണല്ലേ എന്നാ പറയുന്നത്. സ്വർണത്തിന്റെ നിറം മഞ്ഞ. അത് ചേർത്ത് വെച്ച് ഞാനൊന്നും പറയുന്നില്ല. സ്വർണ്ണൊന്നും പറയല്ലേ. ആ കോളി സോറി, കാലിലിട്ട് കണ്ടില്ല. തങ്കമ്മ ഒന്ന് പോടാ. എവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സജീന വ്ളോഗ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ, ഈ ഷെഫീന ബീവിക്ക് മറുപടി എന്നോണം ഇടക്കിടക്ക് ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ട് അല്ലെ? പക്ഷെ അവർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും രണസുന ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച, ജിനോസ് ചെയ്തൊരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സജീന വ്ളോഗ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല. അത് തന്നെയാണ് സംശയത്തിന് വഴിയൊരുക്കുന്നത് എന്നുള്ളതാണ്. എന്തോ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രമാത്രം പൈസ ചെലവാക്കിയിട്ട് ആ ഒരു ബാർ ഉദ്ഘാടനത്തിന് വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയോ, ഇവള് ഉദ്ഘാടനം ചെയ്ത ബാറുകളിലൊന്നും ഫാമിലീസ് ഒന്നും കയറുന്നില്ല അത്രപ്പം. അതായത് ഈ ബാറ് മാത്രമല്ല, റെസ്റ്റോറന്റ് കൂടിയാണ് ഇവിടെ ഉള്ളത്. അവിടെ
ഫാമിലീസ് മലയാളികളൊന്നും കേറുന്നില്ല. ഈ രണസുന കേറി വന്നത് കൊണ്ടേ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ അതിലൊരു കമന്റ് വന്ന് കിടക്കുന്നുണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവളവിടെ വന്നത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല. അത്രക്ക് വില കുറഞ്ഞു പോയി എന്നാ പറയുന്നത്. ആ ഒരു റെസ്റ്റോറന്റിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മറ്റേ സൈഡിൽ നിൽക്കട്ടെ, പക്ഷെ എന്തുകൊണ്ട് രണസുന മൗനം പിടിച്ചു നിൽക്കുന്നു? അപ്പോ എവിടെയോ എന്തോ കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. മാറ്റം കണ്ടില്ലേ നിങ്ങള്? സ്വർണ്ണൊന്നും കയ്യിലില്ല, ചെരുപ്പിന് അത്ര വിലയില്ലടാ, ആ രീതിയിലേക്കൊക്കെ മാറി. കൊള്ളാം, നല്ല മാറ്റം വരുന്നുണ്ട്, നാറ്റവും വരുന്നുണ്ട്. നല്ല നാടൻ മാമ്പഴമല്ലേ ഇങ്ങനെ ഈ നാടിനെ ഇങ്ങനെ തിരിച്ചറിയാ? നാടൻ തിരിച്ചറിയുന്ന പഴുത്തൊക്കെ നമ്മളിങ്ങനെ കടിക്കും, ഇങ്ങനെ ഈ പല്ലിന്റെ ഇടയിലൊക്കെ നാര് കയറി ഇറങ്ങുന്നതാണ് നാടൻ. ആണാ? അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ മാങ്ങയും പല്ലിനിടയിലൊന്നും കേറാറില്ല? ചോദിക്കാണ് കേട്ടോ. ഇതിനെന്ത് വകതിരിവാടുള്ളത്? ഒരു വകതിരിവില്ല എന്നുള്ളതാണ്. എല്ലാ മാങ്ങയും ഒരുപോലെ അല്ല. അതിന് നാരുകൾ ഉള്ളതുണ്ടാവും, കൂടുതൽ ഫ്ലഷ് ഉള്ളതുണ്ടാവും. അങ്ങനെ പല ടൈപ്പ് മാങ്ങ ഉണ്ട്. നാടൻ മാങ്ങകൾ ഒരുപാടുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ചേച്ചി പുതിയൊരു പാഠം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്രൂട്ട്സ് കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിലേ നാടൻ മാങ്ങ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള മാങ്ങകളൊക്കെ ഒന്ന് കടിച്ച് ഈമ്പി വലിച്ചാൽ മതി. പല്ലിൻ്റെ ഇടയിൽ കയറുന്നുണ്ടെങ്കിൽ നാടൻ കൊള്ളാം. ജ്യൂസി ആയിട്ട് ഇങ്ങനെ വരണം. നല്ലതായിട്ട് ഇട്ടിട്ട് വരണം. എന്താ ഞങ്ങൾ മാമ്പഴത്തിന്റെ കാര്യം പറയാം. മാറ്റം എന്റെ മാങ്ങ നാടൻ മാങ്ങ. നന്നായി ആട്ട്. എന്താടാ ചിരിക്കുന്നേ? ഡബിൾ മീനിങ്ങിന്റെ അങ്ങേയറ്റം. എന്റെ പൊന്നോ, എന്തിനാടാ ഞങ്ങൾ മാങ്ങയെ കുറിച്ചിട്ടാ പറഞ്ഞേ? ആട്ട് നന്നായി ആട്ട്. എന്റെ പൊന്നു പള്ളി, എന്തിനാടാ ഈ ക്യാമറയും പിടിച്ചതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു അക്കൗണ്ട് പൂട്ടിപ്പോയ ആ ഒരു വാർത്ത അറിഞ്ഞപ്പോ അത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോഴാണ് കുറെ വീഡിയോസ് കുറെ ആളുകൾ അയച്ചു തരുന്നത്. ബ്രോ ഇത് കണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെ കണ്ട് കുത്തിക്കയറ്റാ വിചാരിച്ചു ഇതിലേക്ക്. വേറെന്ത് ഇത് രേണു സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട്, അതായത് മരിച്ചുപോയ സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ് അതങ്ങനെ നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. ഓ കൊച്ചു കള്ളി കണ്ടുപിടിച്ചല്ലോ. അയ്യോ, രണസുന കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത്. അയാൾ മരിച്ചതിന്റെ ശേഷം അങ്ങ് തുടങ്ങി ആ ഒരു വളിഞ്ഞ പരിപാടികൾ. അതുകൊണ്ടാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും അറിയോ? ഇല്ല. ആ ചങ്ങായി സമാധാനത്തോട് കൂടിയിട്ടാണോ, ഇനി സമാധാനം ഇല്ലെങ്കിലാണെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ ചേച്ചിന്റെ കൂടെ. ആ സമയത്ത് ഫേസ്ബുക്കിലൂടെ അതും കാണിച്ചിട്ട് എങ്ങനെയാണ് വളച്ചിട്ട് അവസാനം അതങ്ങോട്ട് ബന്ധം വേർപിടിച്ചിട്ട് ഇങ്ങോട്ടാണ്ട് കൊടുത്തു. കൂട്ടത്തിലൊരു ചെക്കനെ മകനായിട്ട് കാണാന്നൊക്കെ പറഞ്ഞ അമ്മയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ അവിടെ കൊണ്ടുവരുത്തി ഒരു റൂമിലിട്ട് ആ ചെക്കന്റെ ലൈഫും കൊളത്തി അല്ലെ? കൂട്ടത്തിൽ കൂടി അധികം വൈകാതെ തന്നെ ആ ചെങ്ങായി ആവും ചെയ്തു. ആ ഒരു പേരിൽ ഇനി വൈറലാകോ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാണ് നിങ്ങൾ. അതിനിടയിൽ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ എന്റെ പൊന്നു വള്ളി ഒന്നും പറയാതിരിക്കുക നല്ലത്. സഹായിച്ചവരെ മുഴുവൻ തിരിഞ്ഞങ്ങ് കൊഞ്ഞലം കുത്തിയില്ലേ? കൊഞ്ഞലൊന്നും അല്ല എന്റെ പൊന്നോ, അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിന്ന് നമ്മളെല്ലാവരും കണ്ടതാ. അപ്പൊ അങ്ങനെയൊക്കെ നടന്നിട്ടാണ് നിങ്ങൾക്ക് ഈ പേരുണ്ടായിട്ടുള്ളത്. വേറെ ഒന്നും കണ്ടല്ല. അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലസുധിയുടെ ഭാര്യ, നമുക്കെന്താ കുഴപ്പമുള്ളത്? നമ്മളെന്തെങ്കിലും നോക്കുവോ? ഇല്ല. കോപ്രായത്തരങ്ങൾ കാരണമാണ് നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ റീചാർജ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കയറുന്നത്. എന്തായാലും ഫേസ്ബുക്കിന് ഒരു പണി കിട്ടി, വലിയ കാര്യമായി. അതായത് വിധവ എന്നുള്ള സങ്കല്പം വിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും, ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ആണെങ്കിലും എന്റെ കുറെ സപ്പോർട്ടേഴ്സ്, ഞാൻ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നല്ലതാ. സ്വന്തം കുടുംബത്തിലൊന്നും അങ്ങനെ ഉണ്ടാവല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടാ. ഈ ട്രാൻസ് ആക്ടിനെ കുറിച്ചിട്ടൊക്കെ രണസുനക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ 281 ആളേ ഉള്ളൂ ഈ കേരളത്തിൽ ട്രാൻസ് ആയിട്ടുള്ളത്. അതായത് നിയമപരമായിട്ട് പേപ്പർ വർക്ക് ചെയ്ത ആളുകള്. ബാക്കിയുള്ള ആളുകളൊക്കെ ആരാ, എന്താ, എവിടുന്ന, ആ ഒരു സാധനമാണ് ചോദിക്കേണ്ടി വരിക. അത് മനസ്സിലാക്കണോ? ഇപ്പത്തെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല പട കിട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നന്നായി സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എന്തുണ്ടാച്ച ചെയ്തോ, നമുക്കൊന്നും വലിയ താല്പര്യമില്ല ഈ കാര്യത്തില്. കാരണം നമ്മളൊന്നും മക്കൾ അങ്ങനെ ആവല്ലേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവല്ല. അപ്പൊ അവരെന്നോട് എപ്പോഴും പറയും, ചേച്ചിയെ സംബന്ധിച്ചിപ്പം ഒരു വിധവ മൂലക്കിരുന്ന് ഇരിക്കുവല്ല, ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അതായത് നല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പൈസ വേണമല്ലോ, പൈസ ഉണ്ടാക്കി അവരുടെ സന്തോഷത്തിന് നല്ല രീതിയിൽ ജീവിക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവർ ഈ നെഗറ്റീവ് പറയുന്നത്. അതെ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച ആളുകളാണ്. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളത്. സ്വന്തം മാതാപിതാക്കളെ ഒക്കെ തള്ളി പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു പോക്ക് പോണത് അല്ലെ? അത് മാത്രല്ല,
കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ഇപ്പൊ ലിംഗമാറ്റം ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആളുകളടക്കം ഉണ്ട് എന്നുള്ളതാണ്. ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരതൊക്കെ ഒഴിവാക്കി പോയി. പക്ഷെ അവരാണായിരുന്നു, കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞെന്നെ ആദ്യം അച്ചാന്ന് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ അമ്മായി എന്ന് വിളിക്കേണ്ട അവസ്ഥയായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്. അതായത് അന്ന് ആണാ ഇന്ന് പെണ്ണാ, ജാസിന് അറിയില്ലടോ. ആണായിരിക്കുമ്പോ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആണൊക്കെ തന്നെയാണ്, പക്ഷെ വേഷം കെട്ടി നടക്കണ കാരണേ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നതിൽ എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയ മറ്റൊരു നിയമം ഉണ്ടാവില്ല. അത്രമാത്രം ആളുകൾ ആ നിയമത്തിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു നിയമം കൊണ്ടുവന്നതോട് കൂടിയിട്ട് കുറെ എണ്ണം പേടിച്ചിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല പെട കിട്ടുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ സേലത്ത് നിന്ന് ഒരു അടി കിട്ടുന്ന വീഡിയോ കണ്ടില്ല, ഒരു പോലീസുകാരനാണ് അടിച്ചങ്ങ് ഒറ്റ വിടലാ വിട്ട് പോടുന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. രണസിനയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ആ അക്കൗണ്ട് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ചെലവുണ്ട്. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയി കിട്ടണേ എന്നാണ് ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഫേസ്ബുക്കിൽ ഇപ്പോ ആ ഒരു കോപ്രേത്തരങ്ങൾ കാണാനില്ല. സന്തോഷം അല്ലെ. അടുത്തത് ഇൻസ്റ്റാഗ്രാം, സബ്സ്ക്രിപ്ഷൻസ്, ഊളത്തരങ്ങൾ, ഇതൊക്കെ ഒന്ന് അടങ്ങി കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ജനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ. നിങ്ങൾ തന്നെ ഒരുപാട് തവണ കമന്റ് ഇട്ടിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല, ഫുള്ള് രണസുനയാണ് എന്നുള്ളത്. അവർ തന്നെ PR വർക്കിന് 8 ആളെ കൊണ്ടു നടക്കുന്നുണ്ട്. അവരുടെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ പൊട്ടത്തരം വിളിച്ചു പറയുക, പിന്നെ കോമാളിത്തരങ്ങൾ കാണിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം അത്രമാത്രം ആളുകൾ ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ചൂണ്ടിക്കാണിക്കും. പിന്നെ ഷെഫീന ബീവിയുടെ ചാനലിലൂടെ വരുന്ന പല കാര്യങ്ങളും ഇവരൊരു മറുപടിയും തരുന്നില്ല. ഹനാൻ വിഷയത്തിൽ മറുപടി തന്നിട്ടില്ല, പിന്നല്ലേ ഈ വിഷയത്തിലല്ലേ. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് മിണ്ടരുത് എന്നുള്ളത്. പക്ഷെ അതിന് ശേഷം നല്ല മൈൻഡ് മാറിയിട്ടുണ്ട്. ദേഷ്യം പിടിക്കുക, തെറി വിളിക്കുക, പിന്നെ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. അതായത് ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഇങ്ങനെ, അയ്യോ എന്റെ കയ്യിൽ സ്വർണ്ണമില്ല, ചെരുപ്പിന് 550 ഉറുപ്പിക ഉള്ളൂ, ഞാൻ വെറുതെ പറഞ്ഞത്, ആ ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു, പിന്നാമ്പുറ കളികൾ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാമും കൂടിയും പോയ സന്തോഷമാവൂല എല്ലാവർക്കും. അറിയില്ല, എന്തായാലും അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നല്ല പണിയെടുക്കാൻ അറിയുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. പൈസ ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റക്കൊക്കെ മെയിലൊക്കെ അയച്ചിട്ട് തിരിച്ചെടുക്കാനൊക്കെ കഴിയും. പക്ഷെ കുറച്ച് ടൈം എടുക്കും, കുറച്ച് പൈസയും ചെലവാവും. പിന്നെ മെറ്റക്ക് തന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത അപ്ഡേഷനാണ്. ഇത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകളൊക്കെ ഒന്ന് പൂട്ടണം എന്നുള്ളതും അത് ഗവൺമെന്റിനെ അറിയിക്കണം എന്നുള്ളതും. പിന്നെ നമുക്ക് റിപ്പോർട്ട് അടിച്ചാലും ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ ഞാൻ റിപ്പോർട്ട് അടിച്ചിരുന്നു, ഇനി അതെങ്ങാനും ആവോ എന്നൊക്കെ ചില ആളുകൾ കമന്റ് ഇടുന്നൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഒരു കാരണമാണ്. പക്ഷെ ഏതോ പണി അറിയുന്ന ആള് ഹാക്ക് ചെയ്തതാണ്. എന്റെ പൊന്നെ അതിൽ മോനെ, ഇനി നീയെങ്ങാനും അഭിപ്രായം രേഖപ്പെടുത്തു. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.